നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 16ാം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാമാജികർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ മുൻപാകെയായിരുന്നു സത്യപ്രതിജ്ഞ. ഊഷ്മളമായ സൌഹൃദ കാഴ്ചകൾക്കും ചില കൌതുകങ്ങൾക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് വേദിയായി. UDF നിരയിലെ ഇടതു പശ്ചാത്തലമുള്ള MLA-മാരും LDF MLA-മാരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളും സഗൌരവ പ്രതിജ്ഞയാണ് എടുത്തത്. അക്ഷരമാല ക്രമമനുസരിച്ച് ഫിഷറീസ് മന്ത്രിയും മുസ്ലിം ലീഗിന്റെ കളമശ്ശേരി ജനപ്രതിനിധിയുമായ VE അബ്ദുൽ ഗഫൂറാണ് 16ാം കേരള നിയമസഭയിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. പുനലൂരിൽ നിന്നുള്ള C അജയപ്രസാദ് ആയിരുന്നു ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത പ്രതിപക്ഷ MLA. 3 BJP MLA-മാരിൽ ചാത്തന്നൂരിനെ പ്രതിനിധീകരിക്കുന്ന BB ഗോപകുമാറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രി VD സതീശൻ 105-മതായും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ 133-മതായും സത്യപ്രതിജ്ഞ ചെയ്തു. വിമർശനങ്ങൾക്കിടയിലും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വേളയിൽ ഉപയോഗിച്ച വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന തന്റെ പൂർണ്ണനാമം തന്നെയാണ് സഭയിലും അദ്ദേഹം ആവർത്തിച്ചത്. വിവിധ ഭാഷകളിൽ അംഗങ്ങൾ സത്യവാചകം ചൊല്ലിയത് സഭയിൽ ശ്രദ്ധേയമായി. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം MLA F രാജ തമിഴിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കോഴിക്കോട് സൌത്ത് MLA ഫൈസൽ ബാബു, മാണി C കാപ്പൻ, K മുരളീധരൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവർ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യരുടെ നടപടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ജയ് ഹിന്ദ് ജയ് സംവിധാൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയത്. UDF-ൽ നിന്നുള്ള യുവ MLA-മാർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തൃത്താല MLA VT ബൽറാം സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തതും ശ്രദ്ധേയമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയപ്പോൾ ഭരണപ്രതിപക്ഷ ഭേദമന്യേ സഭയിൽ ഊഷ്മളമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. പിണറായി വിജയനെ പേരുവിളിച്ച് ക്ഷണിച്ചപ്പോൾ ഡെസ്കിൽ കൈയടിച്ചാണ് മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തെ എതിരേറ്റത്. പ്രോടേം സ്പീക്കർ G സുധാകരൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മുന്നിലേക്ക് നീങ്ങി അദ്ദേഹത്തിന് ഹസ്തദാനം നൽകി. CPM വിട്ട് UDF പിന്തുണയിൽ മത്സരിച്ച തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ സഗൌരവത്തിലുള്ള സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പിണറായി വിജയന് കൈകൊടുത്തു. കൂടാതെ V കുഞ്ഞികൃഷ്ണൻ പിണറായി വിജയനെ അഭിവാദ്യം ചെയ്തതും അദ്ദേഹം പ്രത്യഭിവാദ്യം ചെയ്തതും ശ്രദ്ധേയമായി. തൃത്താല മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട യുവ കോൺഗ്രസ് നേതാവ് VT ബൽറാമിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വേറിട്ട് നിന്നു. UDF-ലെ ഭൂരിഭാഗം യുവ MLA-മാരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ VT ബൽറാം സഗൌരവമാണ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിയത്. CPM നേതാവും മുൻ മന്ത്രിയുമായിരുന്ന MB രാജേഷിനെ 8385 വോട്ടുകൾക്ക് അട്ടിമറിച്ചാണ് ബൽറാം ഇത്തവണ നിയമസഭയിലേക്ക് തിരിച്ചെത്തിയത്. VT ബൽറാമിന്റെ 3ാം നിയമസഭാ പ്രവേശനമാണിത്. VT ബൽറാം എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൌരവം പ്രതിജ്ഞ ചെയ്യുന്നു. കൂറ്റനാട് ആദംകുട്ടി സ്മാരക ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പിടിമുറുക്കുന്നു. രാത്രി 9 മണി കഴിഞ്ഞാൽ ഇരുട്ടിലാകുന്ന ബസ് സ്റ്റാൻഡ് പരിസരം ഇപ്പോൾ ലഹരി വിൽപ്പനക്കാരുടെയും ഉപഭോക്താക്കളുടെയും താവളമായി മാറി. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും മാരക ലഹരി മരുന്നുകളുമായി 5 യുവാക്കളെ ചാലിശ്ശേരി പോലീസ് പിടികൂടിയിരുന്നു. രാത്രി 9 മണിയോടെ ദീർഘദൂര ബസ്സുകൾ കയറാത്തതിനാൽ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരം പൂർണ്ണമായും വിജനമാകും. ഈ സമയത്താണ് ലഹരി സംഘങ്ങൾ ഇവിടെ സജീവമാകുന്നത്. കഴിഞ്ഞ ദിവസം കൂറ്റനാട് കൊപ്പം സ്വദേശികളായ 5 യുവാക്കളെയാണ് ചാലിശ്ശേരി പോലീസ് ഇവിടെ നിന്നും മിന്നൽ പരിശോധനയിലൂടെ പിടികൂടിയത്. ഇവരിൽ നിന്നും കഞ്ചാവും MDMA-യും പോലീസ് കണ്ടെടുത്തു. ലഹരി വിൽപ്പനക്കാരിൽ നിന്നും ലഹരി മരുന്ന് വാങ്ങാൻ എത്തിയതായിരുന്നു യുവാക്കൾ എന്നാണ് സൂചന. എന്നാൽ പോലീസ് സംഘത്തെ കണ്ടതോടെ ലഹരി കച്ചവടക്കാർ തന്ത്രപൂർവ്വം സ്ഥലത്തുനിന്നും രക്ഷപ്പെടുകയായിരുന്നു. പിടിയിലായ പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആവശ്യത്തിന് വെളിച്ചമില്ലാത്തതാണ് ലഹരി മാഫിയയ്ക്ക് വലിയ തുണയാകുന്നത്. ഇതിനു പുറമെ ബസ് സ്റ്റാൻഡിന്റെ പിറകിലുള്ള ആളൊഴിഞ്ഞ വഴിയിലൂടെ കൂറ്റനാട് സെന്ററിൽ കയറാതെ തൃത്താല റോഡിലേക്ക് എളുപ്പത്തിൽ കടക്കാമെന്നതും സാമൂഹ്യവിരുദ്ധർക്ക് അനുകൂല സാഹചര്യമൊരുക്കുന്നുണ്ട്. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ ലഹരി സംഘങ്ങൾ ഉപയോഗിക്കുന്നത് ഈ വഴിയാണ്. പ്രദേശത്ത് ലഹരി ഉപയോഗവും വിൽപ്പനയും അതിരുകടന്നതോടെ കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് രാത്രികാല പോലീസ് പരിശോധന വേണമെന്ന ആവശ്യം നാട്ടുകാർക്കിടയിൽ ശക്തമായിരിക്കുകയാണ്. സമാധാനപരമായ ജനജീവിതത്തിന് ഭീഷണിയാകുന്ന ലഹരി വിപത്തിനെതിരെ അധികൃതർ അടിയന്തരമായി ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ.
അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് കൂറ്റനാട് ടൌണിൽ കനത്ത മഴയിൽ റോഡിൽ ഒലിച്ചെത്തിയ അപകടാവസ്ഥ സൃഷ്ടിച്ച മെറ്റലുകൾ പൊതുപ്രവർത്തകൻ നേരിട്ടിറങ്ങി നീക്കം ചെയ്തു. കഴിഞ്ഞ ദിവസം തെന്നിവീണ് സ്കൂട്ടർ യാത്രികരായ അമ്മയും മകളും ടിപ്പർ ലോറിക്കടിയിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു. അപകടം നടന്നിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം തുടർന്നതോടെയാണ് INTUC മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായ അസീസ് ആമക്കാവ് നേരിട്ട് റോഡ് ശുചീകരണത്തിനിറങ്ങിയത്. കൂറ്റനാട് ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കാനായി എടുത്ത കുഴികളിൽ നിറച്ചിരുന്ന മെറ്റലും കരിങ്കൽ പൊടിയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ റോഡിലേക്ക് ഒഴുകിയെത്തി പരന്നത്. ചൊവ്വാഴ്ച ഉച്ചയോടെ കൂറ്റനാട് സെന്ററിലാണ് നാട്ടുകാരെ നടുക്കിയ അപകടമുണ്ടായത്. മഴയിൽ ഒലിച്ചിറങ്ങിയ മെറ്റലിൽ തെന്നി സ്കൂട്ടർ റോഡിലേക്ക് മറിയുകയും യാത്രക്കാരായ അമ്മയും മകളും റോഡിലേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. ഈ സമയത്ത് തൊട്ടരികിലൂടെ വന്ന ടിപ്പർ ലോറിക്കടിയിൽപ്പെടാതെ അത്ഭുതകരമായാണ് ഇരുവരും രക്ഷപ്പെട്ടത്. ഒലിച്ചെത്തിയ മെറ്റൽ നീക്കി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിലെ അപകടാവസ്ഥ പലതവണ പൊതുമരാമത്ത് വകുപ്പിനെയും വാട്ടർ അതോറിറ്റിയെയും നാട്ടുകാർ അറിയിച്ചിരുന്നെങ്കിലും ഇവർ തിരിഞ്ഞുനോക്കാൻ കൂട്ടാക്കിയില്ല. വലിയൊരു ദുരന്തം തൊട്ടുമുമ്പിൽ വന്നുപോയിട്ടും അധികൃതർ അനങ്ങാതിരുന്നതോടെയാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഓർമ്മദിനത്തിൽ അസീസ് ആമക്കാവ് മാതൃകാപരമായ സേവനവുമായി രംഗത്തിറങ്ങിയത്. കൂറ്റനാട് ടൗണിലെ ചുമട്ടുതൊഴിലാളിയായ ഹരിദാസനും അസീസിനെ സഹായിക്കാൻ ഒപ്പം ചേർന്നതോടെ ടൗണിലെ അപകടക്കിണി പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിച്ചു. കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ പാലക്കാട് ഡിവിഷൻ അഡീഷണൽ റെയിൽവേ മാനേജർ സന്ദർശനത്തിനെത്തി. ക്രോസിംഗ് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിരുന്നു സന്ദർശനം. കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ക്രോസിംഗ് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനായാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് റെയിൽവേ ഡിവിഷൻ അഡീഷണൽ ഡിവിഷൻ റെയിൽവേ മാനേജർ ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശിച്ചത്. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ അഡീഷണൽ ഡിവിഷൻ റെയിൽവേ മാനേജറെ സ്റ്റേഷനിലേക്ക് സ്വീകരിച്ചു. പ്രത്യേക ട്രെയിനിലായിരുന്നു ഉദ്യോഗസ്ഥ സംഘം എത്തിയത്. 16 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റെയിൽവേ സ്റ്റേഷനിൽ ക്രോസിംഗ് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ഈ പ്രവൃത്തികൾ വിലയിരുത്തുവാനും നിലവിൽ സ്റ്റേഷനിലേക്ക് എത്തുവാൻ യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുമായാണ് ഉദ്യോഗസ്ഥ സംഘം എത്തിയത്. കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി മറ്റു ജനപ്രതിനിധികളും സ്റ്റേഷനിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിവേദനം അഡീഷണൽ ഡിവിഷൻ മാനേജർക്ക് കൈമാറി. കുൽക്കല്ലൂർ റെയിൽവേ ഗേറ്റിൽ നിന്നും 3 മീറ്റർ വീതിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുതിയ റോഡ് നിർമ്മിക്കണമെന്നും റെയിൽവേ ലൈനിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും സ്റ്റേഷനിലേക്ക് പ്രത്യേക വഴി ഒരുക്കണമെന്നും സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി ആവശ്യപ്പെട്ടു. ഇതടങ്ങിയ നിവേദനം റെയിൽവേ മാനേജർക്ക് കൈമാറുകയും ചെയ്തു. അനുഭാവപൂർവ്വമായി പരിഗണിക്കാമെന്നാണ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം സ്ഥിരസമിതി അധ്യക്ഷൻ രാജൻ പൂതനായിൽ, നിസാർ മപ്പാട്ടുകര, മുന്താസ് ലൈല, മറ്റു മെമ്പർമാരായ EP ഹുസൈൻ, KK സാജൻ എന്നിവരും ഉണ്ടായിരുന്നു. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ ക്രോസിംഗ് സ്റ്റേഷനാകുന്ന പാലക്കാട് ജില്ലയിലെ ഏക സ്റ്റേഷനാണ് കുൽക്കല്ലൂർ. കഴിഞ്ഞ വർഷമാണ് ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. 2 ആഴ്ച മുമ്പാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു വരുന്നതിനിടെ അമ്മയെയും മകളെയും ട്രെയിൻ തട്ടി അമ്മയ്ക്ക് ദാരുണാന്ത്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ ഗേറ്റിൽ നിന്നും റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായത്. പട്ടാമ്പി പെരുമുടിയൂർ റെയിൽവേ അടിപ്പാത യാഥാർത്ഥ്യമാക്കുന്നതിന്റെ സന്തോഷത്തിലാണ് പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതരും. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഏറെക്കാലത്തെ ആവശ്യം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് സ്കൂൾ അധികൃതർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെരുമുടിയൂർ പ്രദേശത്തുകാരുടെയും പെരുമുടിയൂർ സ്കൂൾ അധികൃതരുടെയും ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു പെരുമുടിയൂർ റെയിൽവേ പാതയിൽ ഒരു അടിപ്പാത വേണം എന്നത്. ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഈ മാസാവസാനത്തോടെ പാത തുറന്നു കൊടുക്കാനാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അടിപ്പാതയുടെ നിർമ്മാണ പൂർത്തീകരണം വലിയ പ്രതീക്ഷയോടെയാണ് സ്കൂൾ അധികൃതർ നോക്കിക്കാണുന്നത്. പ്രധാന റോഡിൽ നിന്നും റെയിലിനപ്പുറത്തുള്ള പെരുമുടിയൂർ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും ഗവൺമെന്റ് LP സ്കൂളിലേക്കും പ്രീ പ്രൈമറി സ്കൂളിലേക്കുമെല്ലാം നിരവധി വിദ്യാർത്ഥികളാണ് റെയിൽ മുറിച്ചു കടന്നുള്ള അപകടയാത്രയുമായി എത്തിയിരുന്നത്. പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമായിരിക്കുകയാണെന്നും സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ സ്കൂളിന് ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു എന്താ പറയാ, കുട്ടികൾക്കുള്ള ഒരു കഷ്ടപ്പാടെന്ന് പറയുന്നത് സ്കൂളിലേക്ക് വന്നു ചേരാനുള്ള ഒരു പ്രയാസമായിരുന്നു. അതായത് റെയിൽവേ മുറിച്ച് കടക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഞങ്ങൾ ഇതുവരെ ചെയ്തിരുന്നത് 2 അധ്യാപകരെ അവിടെ ഡ്യൂട്ടിക്കിട്ട് കുട്ടികളെ സുരക്ഷിതമായിട്ട് റെയിൽ കടത്തിവിടുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ വർഷത്തോടുകൂടി ആ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിച്ചു. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് ഭയാശങ്ക കൂടാതെ തങ്ങളുടെ കുട്ടികളെ ഓറിയന്റൽ സ്കൂളിലേക്ക് അയക്കാൻ കഴിയും. കാരണം നമുക്ക് ആ അണ്ടർപാസിന്റെ പണി 95% കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി നോക്കിയതാണ്. അപ്പോൾ പറഞ്ഞുവല്ലോ, അതായത് അതിന്റെ ഈ മാസം അവസാനത്തോടു കൂടി നമുക്ക് അതിന്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് ഉപയോഗ യോഗ്യമാക്കി തരാമെന്ന്
പറഞ്ഞിട്ടുണ്ട്. അതാണ് വളരെ പ്രധാനമായിട്ട് ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഇത് എടുത്തു പറയാനുള്ള കാരണം ഈ സ്കൂളിലേക്ക് വരാനുള്ള കൃത്യമായ ഒരു വഴി, സുരക്ഷിതമായ ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് പല രക്ഷിതാക്കളും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ മടിക്കുന്നുണ്ട്. അതൊരു സത്യാവസ്ഥയാണ്. അത് ചെറിയ ക്ലാസ്സുകളിൽ മാത്രമല്ല, ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലേക്ക് +1 അഡ്മിഷൻ എടുക്കുമ്പോഴും ഈ യാത്രാ പ്രശ്നം ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പല കുട്ടികളും അവിടെ അഡ്മിഷൻ എടുത്തിട്ട് പോലും കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് കുട്ടികൾ അവർക്ക് ഈ റെയിൽ ക്രോസ് ചെയ്ത് വരാനുള്ള പേടി കൊണ്ട് അവരവിടുന്ന് TC വാങ്ങി പോകുക, സ്കൂൾ ട്രാൻസ്ഫർ കൊടുത്ത് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ വലിയ ശ്രമം ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. റെയിൽ മുറിച്ചു കടന്ന് സ്കൂളിലേക്ക് കുട്ടികളെ വിടാൻ രക്ഷിതാക്കളും മടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിനെല്ലാം മാറ്റം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മുതൽ ഓറിയന്റൽ സ്കൂളായതുകൊണ്ട് തന്നെ മലയാളം വിഷയത്തിലുള്ള പഠനം നിലവിലുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം മുതൽ ഇതിനും തുടക്കം കുറിച്ചെന്നും ഇവർ പറഞ്ഞു. ഓറിയന്റൽ സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന LP സ്കൂളിലെ കുട്ടികൾക്കും, പ്രത്യേകിച്ച് അവിടെ പ്രീ പ്രൈമറി വർക്ക് ചെയ്യുന്നു, ഒരു 3-3.5 വയസ്സ് മുതലുള്ള പ്രായം മുതലുള്ള കുട്ടികൾ ഈ റെയിൽവേ ട്രാക്ക് മുറിച്ച് കടന്ന് സ്കൂളിലെത്തുക എന്നുള്ളത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടുള്ള സംഗതിയാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു 3 കുട്ടികളുടെ മരണം കഴിഞ്ഞ ഒരു 10-14 വർഷത്തിനിടയിൽ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോ അതുകൂടെ ഈ മരണങ്ങൾ കൂടി സംഭവിച്ചതോടുകൂടിയാണ് ഇതൊന്ന് യാഥാർത്ഥ്യമാക്കാൻ റെയിൽവേ ട്രാക്ക് പിന്നെ മുറിച്ചു കടക്കുന്നതിന് വേണ്ടിയുള്ള അണ്ടർപാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അതിൽ ഒരുപാട് ആളുകളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളോടൊപ്പം അത് PTA ആണ് എല്ലാ കാലത്തും അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത്. ഇപ്പോൾ ബാവക്ക മൊയ്തീൻ സാഹിബ് PTA പ്രസിഡന്റ് ആയിരിക്കും, അപ്പുറത്ത് പുറത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, സുകുമാരേട്ടൻ നേരത്തെ PTA പ്രസിഡന്റ് ആയിരുന്നു. ഒക്കെ അതിന്റെ ഊർജിതമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിലെല്ലാ ജനപ്രതിനിധികളുടെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള പിന്തുണ നമുക്ക് ലഭിച്ചു. ഇപ്പോ ഇവിടുത്തെ മുഹമ്മദ് മുഹസിൻ MLA-യുടെയും VK ശ്രീകണ്ഠൻ MP-യുടെയും പിന്തുണ ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു. റെയിൽവേയുടെ ഭാഗത്തു നിന്നും വളരെ അനുഭവപൂർവ്വമായിട്ടുള്ളൊരു സമീപനമാണ് ഉണ്ടായത്. റെയിൽവേയിൽ നിന്ന് റിട്ടയർ ചെയ്ത പരിസരത്തുള്ള പിന്നെ ഉദ്യോഗസ്ഥരായ ആളുകൾ വളരെ നല്ല രൂപത്തിൽ അതിൽ ഇടപെടുകയും അതിന് നല്ല പിന്തുണ നൽകുകയും അവരുടേതായ രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് മെട്രോമാൻ E ശ്രീധരൻ അവിടെ സൈറ്റ് വിസിറ്റ് ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ നാരായണൻകുട്ടി, PTA പ്രസിഡന്റ് മൊയ്തീൻകുട്ടി, PTA വൈസ് പ്രസിഡന്റ് സുകുമാരൻ, പ്രധാനാധ്യാപിക ഇൻചാർജ് PK നിഷാൻ, സൈനുദ്ദീൻ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. മെയ് 21 അന്താരാഷ്ട്ര ചായ ദിനം. ചാലിശ്ശേരിയിലെ പ്രഭാതങ്ങൾക്കും സായാഹ്നങ്ങൾക്കും രുചിക്കൂട്ട് പകരുകയാണ് കളിയത്ത് വീട്ടിൽ പ്രകാശൻ എന്ന 63-കാരൻ. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പ്രകാശൻ ഉന്തുവണ്ടിയിൽ ചായക്കട നടത്താൻ തുടങ്ങിയിട്ട് 33 വർഷം പിന്നിടുകയാണ്. പ്രതിദിനം 100 കണക്കിന് ആളുകളാണ് പ്രകാശേട്ടന്റെ ചായ കുടിക്കാനായി ഇവിടെ എത്തുന്നത്. ചൂടൻ ചായയ്ക്കൊപ്പം ലഭിക്കുന്ന പരിപ്പുവടയും ഉള്ളിവടയും നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും എണ്ണപ്പലഹാരം വാങ്ങാനെത്തുന്നവർ ധാരാളമുണ്ടെന്ന് സ്ഥിരമായി ഇവിടെ എത്തുന്ന ചങ്ങരംകുളം സ്വദേശി പ്രജിത്ത് പറഞ്ഞു. അങ്ങനോളാണ്. അപ്പൊ ഞാൻ ഈ വഴിക്കൊക്കെ വാടക വരുമ്പോ എന്തായാലും ഇവിടെ കയറും. ഇനി വാടകക്കാർ ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ അവരെ കൊണ്ട് ഇവിടുന്ന് ചായ കുടിപ്പിച്ചിട്ട് പോകും. അതിപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ആ ചായ പിന്നെ കടികളും. ചായക്കൊപ്പമുള്ള പരിപ്പുവട ഇവിടുത്തെ വലിയ പ്രത്യേകതയാണ്. വിപണിയിൽ ലഭിക്കുന്ന മികച്ച പരിപ്പ് ഉപയോഗിച്ചാണ് പ്രകാശൻ വട തയ്യാറാക്കുന്നത്. രുചിയേക്കാൾ ഉപരി ആളുകളെ വീണ്ടും വീണ്ടും ഈ കടയിലേക്ക് ആകർഷിക്കുന്നത് പ്രകാശേട്ടന്റെ സ്നേഹപൂർവമായ പെരുമാറ്റമാണ്. പരിപ്പുട കഴിക്കും. ചായല്ല പരിപ്പുട മാത്രം കഴിച്ചിട്ടില്ല. നല്ല മാർക്കറ്റുള്ള ചായയുടെ മധുരത്തിനൊപ്പം സ്നേഹവും നൽകണം എന്ന ലളിതമായ ജീവിത പാഠമാണ് അദ്ദേഹം വർഷങ്ങളായി പകർന്നു നൽകുന്നത്. ആദ്യകാലങ്ങളിൽ കൂലിപ്പണി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന പ്രകാശന് പിന്നീട് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. അതോടെയാണ് ചായക്കച്ചവടത്തിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ ഇവിടെ കച്ചവടം തുടങ്ങി. ഇപ്പൊ 33 വർഷമായി. കുഴപ്പമൊന്നുമില്ലാണ്ട് ജീവിതമൊക്കെ സുഖാടിപൊളിയായിട്ട് പോയി. മക്കളുടെ പഠിപ്പ് കാര്യങ്ങൾ സുഖമായിട്ട് പോയി. ഇതുവരെ യാതൊരു കുഴപ്പമില്ല. ഈ ഒരു വരുമാനം കൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ജീവിച്ചത്. രാവിലെ ആദ്യമൊക്കെ ഒരു 7 മണിയാകുമ്പോൾ തുറന്നിരുന്നു. ഇപ്പൊ 8 മണിയാകുമ്പോൾ തുറക്കുള്ളൂ. കച്ചവടം കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് ഇപ്പൊ 8 മണിയാകുമ്പോൾ തുറക്കുള്ളൂ. എന്നാലും ജീവിതമാർഗത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളോട് ഇതാ തന്നെ ജീവിച്ചു. ആ ചെറിയ തുടക്കം പിന്നീട് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും സൗഹൃദ കൂട്ടായ്മയുടെ കേന്ദ്രമായി മാറുകയായിരുന്നു. രാവിലെ 7-ന് തുടങ്ങുന്ന കച്ചവടം വൈകിട്ട് വരെ തുടരും. പ്രകാശേട്ടന്റെ ചായയുടെ രുചി നുണയാത്തവർ ചാലിശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം വളരെ വിരളമാണ്.
എന്ന് വരുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുടിക്കും. ഞാൻ കൊടുത്തോളാം. അതേസമയം ഗ്യാസിന്റെ വില വർദ്ധിച്ചതും പുതുതലമുറ ന്യൂജൻ പലഹാരങ്ങളിലേക്ക് തിരിഞ്ഞതും കച്ചവടത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് പ്രകാശേട്ടൻ പറയുന്നു. ഞങ്ങൾക്ക് ഗ്യാസിനൊക്കെ 1950 ഉണ്ടായിരുന്നു, അത് പോയിട്ട് ഇപ്പോൾ 3500 രൂപയായി. ഞങ്ങളൊക്കെ അവസ്ഥ വളരെ മോശപ്പോ. ചായക്കടക്കാരെ എല്ലാവരും ഉണ്ട് തന്നെയെന്നല്ല, എല്ലാവരുടെയും എത്ര കൂട്ടി വെച്ചാലും അത് മുതലാവസ്ഥ അന്തരീക്ഷമാണ് ഇപ്പോൾ. സുനിതയാണ് സഹധർമ്മിണി. അഖിൽ, അഭിജിത്ത് എന്നിവർ മക്കളാണ്. വിളയൂരിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ അനുസ്മരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിളയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിങ്കനാട് വെച്ചായിരുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം വിവിധ പരിപാടികളോടെ നടത്തിയത്. രാവിലെ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ പ്രഭാഷണവും സംഘടിപ്പിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വികസനപരമായിട്ടുള്ള ഒരുപാട് സാങ്കേതിക വശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മറ്റ് വികസിത രാജ്യങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കാവുന്ന, അതിന് മുകളിലേക്ക് പോകാവുന്ന തലത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാൻ താല്പര്യമെടുത്ത് പ്രയത്നിച്ച ഒരാളാണ് നമ്മുടെ രാജീവ് ഗാന്ധി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് രാജ്യത്ത് ഉണ്ടായ ഏറ്റവും വലിയ കനത്ത നഷ്ടമായിട്ടാണ്. നമ്മുടെ ആ കാലത്ത് ആധുനിക ഇന്ത്യയുടെ തുടക്കം എന്ന രീതിയിൽ ആ കാലത്ത് നമ്മുടെ രാജ്യത്തിനുണ്ടായ ഏറ്റവും ഭയാനകമായ അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ ആ കുറവ് നമ്മുടെ രാജ്യം ഇന്നും അനുഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ധീരനായ, അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളുള്ള ഒരു രാജ്യതന്ത്രജ്ഞൻ, അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തലവൻ നമ്മുടെ രാജ്യത്ത് ഇല്ലാതെ പോയതിൻ്റെ ദോഷങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ രക്തസാക്ഷിത്വ ദിനം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികളാണ്. മണ്ഡലം പ്രസിഡന്റ് എ സജീവ് കുമാർ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എം മുസ്തഫ, INTUC മണ്ഡലം പ്രസിഡന്റ് CA മണികണ്ഠൻ, മറ്റു നേതാക്കളായ വാപ്പുട്ടിക്കുണ്ട്, KP സുധീർ, OP മെഹബൂബ്, അപ്പുട്ടി, അച്യുതൻ, നാസർ, മുസാഫിർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മനുഷ്യർ ചേരിതിരിഞ്ഞ് പരസ്പരം പോരാടുകയും സ്നേഹവും കാരുണ്യവും വറ്റിവരളുകയും ചെയ്യുന്ന ഇക്കാലത്ത് സഹജീവി സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയായി മാറുകയാണ് ഒരു കൂട്ടം കൊച്ചുമിടുക്കന്മാർ. ചാലിശ്ശേരി പെരുമണ്ണൂർ സെന്ററിലാണ് മനുഷ്യത്വത്തിന്റെ മനസ്സ് നിറയ്ക്കുന്ന ഈ സുന്ദര കാഴ്ച കണ്ടത്. വ്യാഴാഴ്ച രാവിലെ 9:30യോടെയാണ് സംഭവം. മദ്രസയിലെ പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടികൾ വഴിയരികിൽ ഷോക്കേറ്റ നിലയിൽ പിടയുന്ന കിളിക്കുഞ്ഞിനെ കാണുകയായിരുന്നു. ജീവനു വേണ്ടി പിടയുകയായിരുന്ന ആ കുഞ്ഞു ജീവനെ കണ്ട് കൊച്ചുകൂട്ടുകാർക്ക് മാറി നിൽക്കാനായില്ല. അവർ ഓടിയെത്തി കുഞ്ഞിക്കിളിയെ കൈവെള്ളയിൽ വാരിയെടുത്തു. തൊണ്ട വരണ്ടുണങ്ങി പ്രാണനു വേണ്ടി പിടഞ്ഞ കിളിക്ക് സ്നേഹത്തോടെ വെള്ളം നൽകിയതോടെ പാതി ജീവൻ തിരിച്ചു കിട്ടി. എന്നാൽ ഇതുകൊണ്ടും ആ മിടുക്കന്മാർ തങ്ങളുടെ ദൗത്യം അവസാനിപ്പിച്ചില്ല. പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുന്നതുവരെ കിളിക്കുഞ്ഞിനെ സംരക്ഷിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. മൂവരും കിളിയുമായി നേരെ വീട്ടിലേക്ക്. അവിടെ എത്തിച്ച് ആവശ്യമായ ഭക്ഷണവും പരിചരണവും നൽകി. കിളി പൂർണ്ണമായി ആരോഗ്യം വീണ്ടെടുത്ത് പറക്കാനാകുന്നതുവരെ കൂടെ നിർത്തി സംരക്ഷിക്കണമെന്നും അതിനുശേഷം അതിനെ സ്വതന്ത്രമാക്കണമെന്നുമാണ് ഈ കുഞ്ഞു മനസ്സുകളുടെ തീരുമാനം. ചാലിശ്ശേരി പെരുമണ്ണൂർ ഹിദായത്ത് സിബിയാൻ മദ്രസയിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാൻ, മുഹമ്മദ് അജ്ലാൽ, ഇതേ മദ്രസയിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് മിസ്താഹ് എന്നിവരാണ് കരുണ വറ്റാത്ത സ്നേഹം കൊണ്ട് ഈ കുഞ്ഞു ജീവന് കാവലായ കൊച്ചുമിടുക്കന്മാർ. മുതിർന്നവർ പോലും പലപ്പോഴും മറന്നുപോകുന്ന സഹജീവി സ്നേഹമാണ് കൊച്ചുകുട്ടികൾ നന്മ നിറഞ്ഞ പ്രവൃത്തിയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. UDF ഭരണസമിതിക്ക് അഭിവാദ്യം അർപ്പിച്ച് പട്ടാമ്പിയിൽ UDFന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് വീണ്ടും UDF അധികാരത്തിൽ വന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. കൂൾ സിറ്റി പരിസരത്തുമാണ് ആഹ്ലാദ പ്രകടനം ആരംഭിച്ചത്. ടൗണിൽ സമാപിച്ചു. UDF നേതാക്കൾ നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനത്തിൽ അണിനിരന്നു. അയ്യപ്പന്റെ സ്വർണം കെട്ടൊരു കാലമല്ലോ പിണറായി കാലം. അതും ഇതുമെല്ലാം അങ്ങനെ വീട്ടിൽ കാലമല്ലേ.
കാലമല്ലേ അതിയാകെ വിലക്കയറ്റത്തിൻ കാലവുമല്ലേ ഇത് ഇടിയിലുള്ള താമസം കറണ്ടിന്റെ ബില്ലും പിന്നെ വെള്ളത്തിന്റെ നികുതിയും കെട്ടിട നികുതിയും കുറക്കാമോ കറണ്ടിന്റെ ബില്ലും പിന്നെ ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.